ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ കോസ്റ്റ്യൂം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയാം. വിഷു ഒക്കെ അല്ലേ വരുന്നത്. സോ എന്തായാലും ഒരു വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് കേട്ടോ നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ധാവണിയുടെ കൂടെയും സെറ്റ് സൈഡോടെ ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത്. സോ ഒന്ന് ലേറ്റ് ആക്കട്ടെ, വേഗം സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലി ജോയിൻ ചെയ്യട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്കിൻ കെയറിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനൊരു സെറ്റഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം എടുക്കുന്നുണ്ട്. സോ ഇത് നമുക്ക് ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നല്ലൊരു ഹൈഡ്രേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീമിനെ കുറിച്ചിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, എല്ലാവരും ഒന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ഫേസിൽ നെക്കിലും ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഹെർബൽസിൻ്റെ ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാമാണ് എടുത്തേക്കുന്നത്. ഇതിൽ SPF 20 അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ലിപ്സിന് നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. സോ അതിനുശേഷം ഞാനിവിടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അക്ലോജിക്കയുടെ റേഡിയൻസ് പ്ലസ് ഗ്ലോയി സൺസ്ക്രീനാണ് എടുത്തേക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു ഈ ഒരു ട്യൂബിനകത്ത് സൺസ്ക്രീൻ ഇല്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ അതിങ്ങനെ കുടഞ്ഞു നോക്കിയപ്പോഴാണ് പ്രൊഡക്റ്റ് അതിനകത്ത് ഉള്ളിലുണ്ട്. 2 ഫിംഗർ ഉള്ളിൽ ഫേസിൽ നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വാട്ടർ മെലനും അതുപോലെ നയാസിനുമിടെ അടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. SPF 50 അടങ്ങിയിട്ടുണ്ട്. PA++ ഉണ്ട്. UVAയും UVB പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഓയിലി പോലെയും ഒരു വൈറ്റ് കാസ്റ്റ് പോലെയും നമുക്ക് തോന്നുമെങ്കിൽ തന്നെ നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സർവ് ആവും. സൂപ്പറായിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. ട്രൈ ടു കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സൺസ്ക്രീൻ എൻ്റെ കയ്യിൽ ചെറിയ ട്യൂബാണ് കേട്ടോ. ഇത് ഞാൻ സ്മിറ്റനാത്തിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതായതുകൊണ്ട് ചെറിയത് മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. അങ്ങനെ ഫേസിൽ നെക്കിലും തന്നെ എക്സ്പേർട്ട് ആവുന്ന എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അതിനുശേഷം ഞാനൊരു ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ടാൽക്കം പൗഡർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബേബി പൗഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫേസിൽ നെക്കിലൊക്കെ നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് അതും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. ഐ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ ക്രിയേഷൻസ് ഒന്നുമില്ല. നമ്മൾ ഐലൈനർ യൂസ് ചെയ്തിട്ട് കണ്ണ് എഴുതാനായിട്ട് പോവുകയാണ് കേട്ടോ. അതായത് ഞാനിവിടെ ഐലൈനർ എടുക്കുന്നുണ്ട്. ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഐലൈനറാണ്. അങ്ങനെ അത് യൂസ് ചെയ്തിട്ട് ഞാൻ 2 കണ്ണും എഴുതുന്നുണ്ട്. ഈ ഒരു ട്രഡീഷണൽ ലുക്കിൽ നമ്മൾ നല്ല കണ്ണിങ്ങനെ വാലിട്ട് എഴുതുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. ഞാൻ അധികം വാലിട്ടൊന്നും എഴുതുന്നില്ല. സോ അതിനുശേഷം ഞാൻ കാജൽ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ വാട്ടർ ലൈനിൽ ഫുള്ളായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. വാട്ടർ ലൈനിൻ്റെ എൻഡ് വരുന്ന ഭാഗത്തേക്ക് നല്ല കട്ടിയായിട്ട് എഴുതുമ്പോഴത്തേക്ക് നല്ലൊരു കണ്ണിന് നല്ലൊരു എന്താ പറയുക ഡെഫിനിഷൻ കിട്ടിയതുപോലെ എനിക്ക് തോന്നാറുണ്ട്. സോ ഈ ഒരു കാജലും സൂപ്പറാണ്, അഫോർഡബിളാണ്. 99 രൂപയുടെ റേറ്റ് വരുന്നത് ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ. ഇനി നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് എടുത്തേക്കുന്നത്. ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു മസ്കാര നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ലാഷസിന് നല്ലൊരു തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇത് നിങ്ങൾക്ക് ക്യാമറയിലൂടെ കാണുമ്പോൾ വ്യക്തമായിട്ട് അത് അറിയത്തില്ലെന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കണ്ണാടി കൂടെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ പൊട്ടിടാനായിട്ട് പോകണം. ഐടെക്സിൻ്റെ പൊട്ടാണ് കേട്ടോ ഇടുന്നത്. വട്ടപ്പൊട്ടാണ് കേട്ടോ. എനിക്ക് വട്ടപ്പൊട്ടിട്ടാലേ എൻ്റെ മുഖത്തിനൊരു ഭംഗിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ പൊട്ടിട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ വളയിടാനായിട്ട് പോവുകയാണ്. അതിനുശേഷം ഞാൻ കമ്മൽ മാല ഇടാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതൊരു ചോക്കർ സെറ്റാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഏകദേശം പറയുകയാണെങ്കിൽ 2 വർഷത്തോളമായി എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട്. അത്രയും ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ നിറമോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല. അടിപൊളിയായിട്ടുള്ള മാലയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇനി നമ്മൾ മുടി ഒന്ന് സെറ്റാക്കാനായിട്ട് പോകുന്നുണ്ട്. ഞാൻ സൈഡ് പാർട്ടീഷനാണ് എടുക്കുന്നത്. സൈഡിലോട്ട് മുടി നന്നായിട്ട് ചീപ്പി ഒതുക്കിയതിന് ശേഷം മുടി ഓരോ സെക്ഷൻ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ എന്താ പറയുക, ഇതുപോലെ നമ്മൾ മുടി ഓരോ സെക്ഷൻ ആക്കിയിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഒന്നിൻ്റെ മേലെ ഒന്നായിട്ടുള്ള രീതിയിൽ ഈ ഒരു മുടി നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. ഈ ഒരു ഹെയർ സ്റ്റൈൽ ട്രഡീഷണൽ ലുക്കെന്നല്ല, ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെ മാച്ചായിട്ട് പോകുന്നതാണ്. അതിനുശേഷം ഒരു ക്ലിപ്പ് വെച്ചൊന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ഈ ഒരു മുടി ഓരോ സെക്ഷൻ ആക്കിയിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഒരു ക്ലിപ്പ് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കൂടുതലും എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ
ചെയ്യുന്നത്. എനിക്ക് അത്രത്തോളം മാച്ചായിട്ട് എനിക്ക് ഒരു തോന്നാറുണ്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ. സോ അങ്ങനെ മുടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ സിന്ദൂരം ഇടാനായിട്ട് പോവാണ്. അപ്പോൾ സിന്ദൂരം കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ലുക്കാണ് കേട്ടോ ഇത്. എൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്കാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് നമ്മൾ ഫൗണ്ടേഷൻ കൺസീലർ അങ്ങനെ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്ത് വിഷ്വൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മേക്കപ്പാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ മെൻഷൻ ചെയ്യാം. സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.